ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കാശ്മീർ ട്രിപ്പിലെ ഡേ 5 കേട്ടോ. രാവിലെ നേരത്തെ തന്നെ എണീറ്റ് മോർണിംഗ് വാക്കിന് പോയി. കാശ്മീരിൽ വന്നിട്ട് മോർണിംഗ് വാക്കിന് പോയിട്ടില്ല. പകൽ മുഴുവൻ അലച്ചിലല്ലേ, അപ്പോൾ പിന്നെ അത് മതിയെന്ന് വിചാരിച്ചിരുന്നു. ഇനി അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ചു പോകുകയാണല്ലോ, അപ്പോൾ ഇന്ന് ഒന്ന് മോർണിംഗ് വാക്കിന് പോകാമെന്ന് വിചാരിച്ചു. വിജനമായ റോഡുകളാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് CRPF ജവാന്മാരെ കാണാം. ഞങ്ങൾക്ക് എസ്കോട്ട് പോലെ 4 പേര് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മോർണിംഗ് വാക്ക് കഴിഞ്ഞ് റെഡി ആയതിനു ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഇന്ന് ശ്രീനഗറാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. ശ്രീനഗറിൽ പോകുന്നത് കൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ശ്രീനഗറിൽ തന്നെയാണല്ലോ, അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉള്ളത് കൊണ്ട് അതിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബേസൻ ഫ്ലോർ കൊണ്ടുള്ള ഒരു പാൻ കേക്ക്, പിന്നെ മുട്ട, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ബൗളിൽ ബട്ടർ ചേർത്ത കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. മിക്സഡ് വെജിറ്റബിൾ കറിയിൽ നിന്ന് കുറച്ച് എടുത്തതാണ്. കാർബ് കുറച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ കുറേ സമയം നമുക്ക് വിശക്കാതെ ഇരിക്കട്ടോ. പിന്നെ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടാവും ഇന്ന്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ വേണം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ശ്രീനഗർ സൈറ്റ് സീയിങ് ആണെന്ന്. ശ്രീനഗറിനെ പറ്റി പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ശ്രീനഗർ. കാശ്മീർ താഴ്വരയിൽ തന്നെയാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള ധലം നദിയുടെ ഇരുകരകളിലായിട്ടാണ് കേട്ടോ ഈ പട്ടണം. തടാകങ്ങൾക്കും ബോട്ട് ഹൗസുകൾക്കും എല്ലാം പ്രശസ്തമാണ് ശ്രീനഗർ. ഷോൾ നെയ്ത്തുകാരുടെയും മറ്റ് കാശ്മീരി കരകൗശല വസ്തുക്കളുടെയും ഒക്കെ നിർമ്മിതിക്കും ഇവിടെ പ്രശസ്ത കേട്ടോ. ഇവിടുത്തെ പ്രധാന അട്രാക്ഷനിൽ ഒന്നാണ് ദാൽ ലേക്ക്, നെഗീൻ ലേക്ക്, അതുപോലെ തന്നെ ഉലാർ ലേക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ് ഈ ഉലാർ ലേക്ക്. പിന്നെ ടുലിപ്പ് ഗാർഡൻ ഉണ്ട്, ഷാലിമാർ ഗാർഡൻ ഉണ്ട്, നിഷാദ് ബാഗ് ഉണ്ട്, ജാമിയ മസ്ജിദ് ഉണ്ട്, ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. ഇങ്ങനെ കുറച്ചെന്നെ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ശ്രീനഗർ കാണാൻ തന്നെ നമുക്ക് ഒരു ദിവസം ഒന്നും പോരാ. ഞങ്ങൾ ഷെഡ്യൂൾഡ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഭാഗങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ശ്രീനഗറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വശവും ഹിമാലയത്താൽ ചുറ്റപ്പെട്ട താഴ്വരയാണിത്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ ഇവിടെ മഴയുണ്ടായിരിക്കും. ഞങ്ങൾ ആദ്യം പോകുന്നത് ടുലിപ്പ് ഗാർഡൻ കാണുന്നതിന് വേണ്ടിയിട്ടാട്ടോ. പാർക്ക് ചെയ്തതിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ഫ്ലവേഴ്സാണ്. ഏകദേശം ഒരു 5 മിനിറ്റ്സൊക്കെ നടന്നപ്പോഴാണ് ഞങ്ങൾ ഗാർഡൻ്റെ ഫ്രണ്ടിലെത്തിയത്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ എന്നാണ് കേട്ടോ ഗാർഡൻ്റെ പേര്. ടുലിപ്സ് പൂക്കുന്ന കാലത്താണ് ഇവിടുത്തെ അട്രാക്ഷൻ. ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഗാർഡൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. നിറയെ പൂക്കളാണ്, നിറയെ ടുലിപ്സ് പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. കണ്ണെത്താ ദൂരത്തോളം ടുലിപ്പാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡനാണിത്. 74 ഏക്കർ സ്ഥലത്താട്ടോ ഈ ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ദാൽ ലേക്കിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ട് വരും. 2007 ഗാർഡൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. മുൻപ് ഈ ഗാർഡൻ അറിയപ്പെട്ടത് സിറാജ് ബാഗ് എന്നാണ്. 74 വെറൈറ്റി സ്പീഷ്യസ് ടുലിപ്പ് ഉണ്ട് ഇവിടെ. 1.7 മില്യൺ പ്ലാന്റ്സ് ഉണ്ട്. മാർച്ച് ഏപ്രിൽ കാലത്താട്ടോ കൂടുതൽ വിസിറ്റേഴ്സ് ഉണ്ടാവുക. ആ സമയത്താണ് ഇവിടെ ടുലിപ്പ് ഗാർഡൻ്റെ ഏറ്റവും ഭംഗി കാണാൻ സാധിക്കുന്നത്. ആദ്യം നമ്മൾ കയറുമ്പോൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് ടുലിപ്സ് നിൽക്കുന്നതാണ് കാണുക. എന്നാൽ അകത്തോട്ട് പോകുമ്പോൾ ടുലിപ്സിൻ്റെ ഒരു പാടം തന്നെയാണ് കേട്ടോ. പല വെറൈറ്റി കളേഴ്സാണ്. കുറച്ചൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ചില ഏരിയയിലൊക്കെ പുതുതായിട്ട് ഫ്ലവറിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് ടുലിപ്പ് ഗാർഡനിൽ. നമുക്ക് ഈ പൂക്കൾ തൊടാനോ പറിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. ഇങ്ങനെ കാണാം, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാം. ഇങ്ങനെ ഒരു ഗാർഡൻ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഭംഗിയാണ്. റീൽസും ഫോട്ടോസും എല്ലാം എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ചുവപ്പും മഞ്ഞയും വെള്ളയും റോസും എല്ലാമായിട്ട് ടുലിപ്സിൻ്റെ ഒരു നിര തന്നെയാണ് കേട്ടോ. ഗാർഡനിൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 74 ഏക്കറിലായിട്ടാണ് ഈ ടുലിപ്പ് ഗാർഡൻ. വെള്ള ടുലിപ്പ്, അതുപോലെ തന്നെ ഈ പെറ്റൽസിൻ്റെ സൈഡിലൂടെ സാധാ ഒരു ബേസിക് കളറ് വന്നിട്ട് പെറ്റൽസിൻ്റെ സൈഡിലൂടെ വേറൊരു കളറ് വരുന്ന ടുലിപ്പ്. അങ്ങനെ നല്ല ഭംഗിയാണ് എല്ലാം.
ടുലിപ്സ് ഗാർഡനിൽ ടുലിപ്സ് മാത്രമൊന്നുമില്ല, കുറച്ച് മരങ്ങളെ കുറ്റിച്ചെടികൾ പോലെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഫ്ലവേഴ്സാണ്. വാലി വ്യൂ കൂടെ വരുന്നുണ്ട്. അതാണ് ഈ ഗാർഡൻ്റെ ഹൈലൈറ്റ്. കാശ്മീരിൽ മാർച്ച് ഏപ്രിൽ ആകുന്ന സമയത്താട്ടോ ഈ ടുലിപ്പ് ഗാർഡൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാം. ഈ ഫ്ലവേഴ്സൊക്കെ ഇനി വാടിപ്പോയാൽ പിന്നെ സാധാ ഒരു ഗാർഡൻ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ നടുവിലൂടെയായിട്ട് ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ഞാൻ ആരു വാലിയിലൊക്കെ ചെന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ആ വാലിയിലെല്ലാം നിറയെ ഫ്ലവേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞാലെന്ന്, ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കിന്ന്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ മരത്തിന് മുഴുവൻ ഫ്ലവേഴ്സാണ്, ചെറുതായിട്ട് കുറച്ച് ലീവ്സ് അല്ലേ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കും വാലിയിലെ അധികം മരങ്ങളെന്ന്. ചെടികളിൽ നിറയെ ഫ്ലവേഴ്സ് ആയിരിക്കും. ടുലിപ്സ് മാത്രമല്ല ഈ ഗാർഡൻ്റെ അട്രാക്ഷൻ, വേറെയും നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. അതും ചെടിയിൽ മുഴുവനായിട്ട് ഫ്ലവേഴ്സാണ് കേട്ടോ. കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഫോട്ടോ സെഷനാണ് ഇവിടെ നിന്നുള്ളൊരു ഫോട്ടോ നല്ല ഭംഗിയായിരിക്കും. തേനീച്ചകൾക്കൊക്കെ ഇവിടെ ചാകരയാണ്, നിറയെ ഫ്ലവേഴ്സ് അല്ലേ, ഇഷ്ടം പോലെ തേനായിരിക്കും. ടുലിപ്സ് ഗാർഡനിൽ നിന്ന് ഇറങ്ങാനേ തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ടൈം തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടുലിപ്സ് ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. പോകുന്ന വഴിയിൽ കണ്ടതാണ് തേങ്ങ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വിൽക്കാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ അങ്ങോട്ട് എത്തുന്നതിന് മുൻപായിട്ട് ചെറിയ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ചെറിയൊരു മാർക്കറ്റ്. ആ മാർക്കറ്റിലൂടെ ഞങ്ങളൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അധികം പർച്ചേസുകളൊന്നും ഇവിടുന്ന് നടത്തിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ട് എങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ കയറുന്ന സ്ഥലത്ത് തന്നെ കുറേ ഫുഡ് ഐറ്റംസാണുള്ളത്, എല്ലാം സ്ട്രീറ്റ് ഫുഡുകളാണ്. കാശ്മീരി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നടക്കുന്നത്. ഐസ്ക്രീമുകളും ജ്യൂസുകളും പിന്നെ മെയിനായിട്ടുള്ളത് കാവയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. പാനിപൂരിയും ബേൽപൂരിയും അങ്ങനെ എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു കാശ്മീരി കുൽച്ച ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇതിന് മുൻപ് ഗുൽമർഗിൽ പോയപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് കുൽച്ച കഴിച്ചിരുന്നല്ലോ. ഇവിടെ വന്ന് ഇവിടുത്തെ ബ്രെഡ് ആയിട്ടുള്ള കാശ്മീരി കുൽച്ച കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ കാവ സെർവ് ചെയ്യുന്ന ജഗ് കണ്ടില്ലേ, ശരിക്കും കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ബ്രെഡ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. തീരെ സ്വീറ്റ് ഇല്ല കേട്ടോ. പിന്നെ ഈ മാർക്കറ്റിൽ നിന്ന് 2 ഷോള് പർച്ചേസ് ചെയ്തു. പശ്മിന ഷോളൊന്നുമല്ല, സാധാ 2 ഷോളാണ്. ഇനി ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ. തിരിച്ചു പോകുന്ന വഴിയാണ്. ഇവിടെയും നിറയെ ഫ്ലവേഴ്സാണ്. ഇനി ഞങ്ങളുടെ യാത്ര അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടാണ്. ഈ ഗാർഡൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഡൽ ലേക്കാണ്. ഡൽ ലേക്ക് ഫേമസ് ആണ് കേട്ടോ ഷിക്കാര റൈഡിൽ. അപ്പോൾ ഡൽ ലേക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൽ ലേക്കിലെയും ഷിക്കാര റൈഡിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.